വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു വ്ളോഗാണ്. വ്ളോഗ് എന്ന് വെച്ചാൽ മോർണിംഗ് ഒന്നുമല്ല, മോർണിംഗ് റൂട്ടീനൊക്കെ നിങ്ങൾ കണ്ടില്ലേ. ഇപ്പോൾ ഏകദേശം ടൈം എന്ന് പറഞ്ഞാൽ 12 മണിയാണ്. സോ ഈ ടൈം മുതൽക്കുള്ളൊരു എൻ്റെ ഒരു ഡേ ആണ്. ഇന്നത്തെ ഡേ എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ ഡേ ആണ്. ബിക്കോസ് എൻ്റെ മാമൻ്റെ മോൻ അപ്പു ഖത്തറിലേക്ക് പോവാണ് ജോബായിട്ട്. സോ അവനെ ഇന്ന് ഞങ്ങൾ വീട്ടിലേക്ക് വിളിച്ചിട്ട്, ഹസ്ബൻഡ് വീട്ടിലേക്ക് വിളിച്ചിട്ട് ഒരു സൽക്കാരം ഫുഡ് പരിപാടിയൊക്കെ. എൻ്റെ ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. എനിക്കതാണ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും അതിനെക്കുറിച്ച് ഒരു നല്ല അഭിപ്രായം പറയുന്നതൊക്കെ കേൾക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യമാണ്. സോ ഞാൻ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഫ്രൈഡ് റൈസും ആദ്യം വിചാരിച്ചു ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഉണ്ടാക്കാമെന്ന്. പക്ഷെ ചില്ലി ചിക്കനോട് ആർക്കും അങ്ങനെ താല്പര്യമില്ല. അപ്പോൾ പിന്നെ ചിക്കൻ കടായി ആണ്. ഫ്രൈഡ് റൈസും ചിക്കൻ കടായിയാണ്. എത്രത്തോളം നന്നാവും എന്നൊന്നും എനിക്കറിയില്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരുപാട് പേർക്കുള്ളത്. ഇവിടെ വളകാപ്പിൻ്റെ സമയത്തൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആദ്യമായിട്ടാണ് ഫ്രൈഡ് റൈസ് ട്രൈ ചെയ്ത് നോക്കുന്നത്. പിന്നെ യൂട്യൂബിലെല്ലാം ഉണ്ടല്ലോ. സോ എന്തായാലും ഞാൻ അതിനുള്ള പരിപാടീസിക്ക് നോക്കാൻ പോവാണ്. സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പം സ്റ്റാർട്ട് ചെയ്താലേ നൈറ്റാണ് ഒരു വരുള്ളൂ, ഒരു 7 മണി 8 മണിക്കാകുമ്പോഴേ വരുള്ളൂ. പക്ഷേ ഇപ്പം സ്റ്റാർട്ട് ചെയ്താലേ അപ്പോഴേക്കും തീരുള്ളൂ. കാരണം ഇടയ്ക്കിടയ്ക്ക് മോന് ഫീഡ് ചെയ്യേണ്ട കാരണം രണ്ടും കൂടെ അങ്ങനെ കണക്ട് ചെയ്ത് പോകണമല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ മുതൽക്കുള്ള ഒരു 12 മണി മുതൽക്കുള്ള എൻ്റെ ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്ന് രാത്രി വരെയുള്ള കാര്യങ്ങൾ, അവർ വന്ന് പോകുന്നത് വരെ ഉള്ളത് ഞാൻ മാക്സിമം ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ ചിക്കൻ മസാല തേച്ച് വയ്ക്കാം. അപ്പം അതിനുവേണ്ടി ഞാൻ അത്യാവശ്യം നല്ല ചെറുതാക്കിയിട്ടാണ് ചിക്കൻ അരിയുന്നത്. വൃത്തിയായിട്ട് കഴുകിയിട്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് മാറ്റി വയ്ക്കുകയാണ്. രണ്ടും ഫ്രൈ ചെയ്യാനുള്ളതും കറിക്ക് വേണ്ടതും മാറ്റി വയ്ക്കുകയാണ്. ചിക്കനൊക്കെ കഴുകി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിതിൽ മസാലകൾ ഇടാം. കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്, പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇടുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ അളവാട്ടോ, അളവൊന്നുമില്ല. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ഇടുന്നുണ്ട്. ദെൻ ആവശ്യത്തിന് ഉപ്പിടുന്നുണ്ട്. പിന്നെ നമ്മൾ നാരങ്ങ പിന്നെ ഒഴിക്കാനുണ്ട്. ഇത് നമ്മൾ കറിക്കാണ് ഇപ്പോൾ മസാല തേച്ചിരിക്കുന്നത്. നമ്മൾ ഫ്രൈ ചെയ്യണതുകൊണ്ട് അതിന് ഇനി വേറെ മസാല. ഓക്കെ, സോ നമുക്ക് കറി സെറ്റ് ചെയ്യാം. 2 നാരങ്ങ നീര് പിഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കിവിടെ കുറവുള്ള മസാല ഞാൻ ചെയ്യൽ കറിയിൽ ആഡ് ചെയ്യലാട്ടോ. കറക്റ്റ് നമ്മളതായ രീതിക്ക് ഒരു കറി ഉണ്ടാക്കും. യൂട്യൂബ് ഫുള്ളും യൂട്യൂബ്, ഒരളവൊന്നും ഞാൻ അങ്ങനെ എടുക്കാറില്ല. പക്ഷെ ഇതുവരെ പാളി പോയിട്ടൊന്നും ഇല്ല. സോ ഞാനിതിന് മസാല പുരട്ടി സെറ്റ് ചെയ്ത് വരാം. സോ ഇവിടെ നമ്മുടെ കറിക്കുള്ള ചിക്കൻ റെഡി ആയിട്ടുണ്ട്. മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ദെൻ നമുക്കിനി ഇത് കുറച്ച് നേരം മാറ്റിക്കാം. കുറച്ച് നേരം നമ്മളിനി രാത്രിക്ക് കറി ഉണ്ടാക്കില്ല ടൈമിൽ. അപ്പോൾ നമുക്കിത് അതുവരെ മാറ്റിക്കാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ, കുറച്ച് ഫ്രൈ ചെയ്യാനുള്ളൂ. അതിനുള്ളതാണ്. അതിനും ഞാൻ മുളക് പൊടി ഇടുന്നുണ്ട്. മുളക് പൊടി ഇവിടെ അത്യാവശ്യം എരിവ് വേണ്ടവരാണ് എല്ലാവരും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് അധികം മുളക് പൊടി ഇടുന്നത് കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി അതും കുറച്ചിടുന്നുണ്ട്. മല്ലിപ്പൊടിയും കുറച്ചിടുന്നുണ്ട്. ഇതിൻ്റെ കുക്കിംഗ് രീതിയാണ്, നിങ്ങളത് ഇങ്ങനെ ഒന്നും ഫോളോ ചെയ്യണ്ട. ഇത് കുറച്ച് ഗരം മസാല ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ്. ഇങ്ങനെയൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ട് നന്നാവലുണ്ട് കേട്ടോ. കുറച്ച് നാരങ്ങ, നേരത്തെ നാരങ്ങയാണ്, പദത്തിൽ നിന്ന് കുറച്ച് നീര് ഇങ്ങനെ പിഴിഞ്ഞ് ഞാൻ ഒഴിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് തൈര്, കുറച്ച് തൈരും ഒഴിച്ചു. ഇനി കുറച്ച് കോൺഫ്ലവറും കൂടെ നമുക്കിടാം. കുറച്ച് കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടി നമ്മളിടാൻ പോയിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടാം. എന്താവും എന്തോ. നമുക്ക് ഇതും സെറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടും മസാല പുരട്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് നേരം മാറ്റി വയ്ക്കാം. അപ്പം നമ്മുടെ കറിക്ക് വേണ്ട ചിക്കനൊക്കെ മസാല വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് സവാള അരിയൽ പരിപാടിയാണ്. അപ്പോൾ ഞാൻ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ 2 രീതിക്ക് സവാള അരിയുന്നുണ്ട് കേട്ടോ. ഇത് നീളത്തിൽ അരിഞ്ഞ് വയ്ക്കുന്നുണ്ട്, ചെറിയ പീസാക്കിയിട്ട്. അതുപോലെ തന്നെ സ്ക്വയറായിട്ടും അരിഞ്ഞ് വയ്ക്കുന്നുണ്ട്. സവാളയും ക്യാപ്സിക്കവും സ്ക്വയറായിട്ടും കറിയിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത് വയ്ക്കുന്നുണ്ട്. ആ സൈഡിൽ കാണുന്നതാണ് ബസുമതി റൈസ്. അതിന് 1/2 മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ്. സോ നമ്മുടെ കറിക്ക് വേണ്ട സവാളയും
അതുപോലെ തന്നെ ക്യാപ്സിക്കും അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് പെരും മഴ വന്നു കേട്ടോ. പെട്ടെന്നൊരു പെരുംജാതി മഴ, പെട്ടെന്ന് എവിടെന്നോ ഒരു മഴ വന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും പിന്നെ വെയിലാവുന്നുണ്ട് കേട്ടോ. പെട്ടെന്നൊരു മഴ വന്നു. അപ്പോഴേക്കും ചെക്കന് കുറുമ്പ് വന്നിട്ട് അവനും എഴുന്നേറ്റ് ഒക്കത്തിൽ നിന്ന് ഇറങ്ങാത്ത അവസ്ഥയാണ്. അപ്പോൾ അവനും മഴ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് മാങ്ങ ചെറുതാക്കി തൊലി കളഞ്ഞ് അരിഞ്ഞ് വെക്കുന്നതാണ്. അവർ വരുമ്പോൾ മാംഗോ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മാങ്ങ ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞ് വെക്കുന്നത്. ഇപ്പോൾ പുറത്ത് ഭയങ്കര വെയിലാട്ടോ. നേരത്തെ ഉണ്ടായിരുന്ന മഴയൊക്കെ ആവിയായിട്ട് എങ്ങോട്ടോ പോയ പോലെയാണ്. അപ്പം പെരും വെയിലാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മാങ്ങ നമുക്ക് എന്ത് ചെയ്യാം, ജ്യൂസ് അടിച്ചു സെറ്റ് ആക്കി വെക്കാം. അപ്പോൾ പാൽ ഇവിടെ ഓൾറെഡി ഉണ്ട്. നമുക്ക് പാൽ വെച്ച് മാങ്ങ റെഡിയാക്കാം. ഇത് ജ്യൂസ് ആക്കിയിട്ട് വരാം കേട്ടോ. അപ്പം നമ്മുടെ മാംഗോ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ നേരെ ഫ്രിഡ്ജിക്ക് വെച്ചു. ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ചിക്കൻ കറി ഉണ്ടാക്കലാണ്. അതിന് വേണ്ടി നമ്മൾ കുഞ്ഞു മസാലക്കൂട്ട് ഉണ്ടാക്കണം. അപ്പോൾ പാൻ ചൂടാക്കിയിട്ട് വറ്റൽമുളക്, ഏലക്കായ, പെരുംജീരകം, ചെറിയ ജീരകം, കുറച്ച് മല്ലിപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് ഉലുവ, അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി, ഇതൊക്കെ നല്ലോണം വറുത്തെടുക്കുക. നല്ലോണം വറുത്തിട്ട് നമുക്കത് എന്ത് ചെയ്യണം, അരച്ചെടുക്കണം. ചെറിയ ചെറിയ പൊടി തരിയായിട്ട് അരച്ച് കിട്ടാൻ വേണ്ടി നല്ലോണം വറുത്തതിന് ശേഷം പൊടിച്ചെടുക്കുക. ഒരു കുഞ്ഞു മസാലക്കൂട്ടാണ്. അപ്പോൾ ഞാൻ അതും റെഡിയാക്കി അവിടെ മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ തക്കാളി വേവിച്ചിട്ട് അതും ഇതുപോലെ പേസ്റ്റ് ആക്കുന്നുണ്ട്. വെള്ളം കൂട്ടാതെ വേവിച്ച് തക്കാളി അരച്ചെടുക്കുന്നുണ്ട്. അതും ആ പച്ചമണം ചൊയ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അതും ഞാനവിടെ തയ്യാറാക്കി മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി കറിക്ക് വേണ്ടിയിട്ട് പാൻ ചൂടാക്കുക. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, നെയ്യ് ഒഴിക്കുകയാണ്. ഈ നെയ്യിലാണ് നമ്മൾ ചിക്കൻ ഒന്ന് വഴറ്റെടുക്കാൻ പോകുന്നത്. അപ്പോൾ നെയ്യ് ചൂടായി കഴിഞ്ഞാൽ നമ്മളത് എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ച ആ ചിക്കൻ ഇതിക്കിട്ടിട്ട് നല്ലോണം വരട്ടെടുക്കണം. വരട്ടെന്ന് പറഞ്ഞാൽ ഫ്രൈ ചെയ്തെടുക്കുക. ചിലവർ ഞാനിവിടെ ഫ്രൈ ചെയ്തിട്ടില്ല, അത് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക, ഒന്ന് വെന്ത് കിട്ടുന്നുണ്ട്. ആ ഒരു നെയ്യിലാകുമ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതൊന്ന് ഏകദേശം ഒരു പഴയമായി കഴിഞ്ഞാൽ അത് മാറ്റി വയ്ക്കും. ഇനി അതേ പാനിൽ തന്നെ പിന്നെയും കുറച്ചുകൂടെ നെയ്യ് വെച്ചിട്ട് നമ്മൾ നേരത്തെ ക്യൂബ്സായി കട്ട് ചെയ്തിട്ടുള്ള ക്യാപ്സിക്കും സവാളയും ഒന്ന് വഴറ്റെടുക്കുന്നുണ്ട്. അതും റെഡി. അതൊരു 1 മിനിറ്റൊക്കെ മതി കേട്ടോ, മാക്സിമം 1-2 മിനിറ്റ്, വല്ലാണ്ട് വരേണ്ട ആവശ്യമില്ല. അതും റെഡി ആയി കഴിഞ്ഞാൽ അതും മാറ്റി വെച്ചു. പിന്നെ അതേ പാനിക്കന്നെ വീണ്ടും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കറുവാപ്പട്ട, ഗ്രാമ്പൂ, ചെറുംജീരകം അതൊക്കെ ഇട്ട് എന്ത് ചെയ്യുക, നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അതിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സവാള ഇട്ട് വഴറ്റെടുക്കുക ചെയ്യുന്നത്. ഈ ഇടുന്ന സവാള നല്ലോണം നമുക്ക് എന്ത് ചെയ്യാന്നറിയോ, വഴറ്റി നല്ലോണം വെന്ത് കിട്ടണം. അപ്പോൾ അതുവരെ നമ്മൾ ഇളക്കി കൊടുക്കുക, അടി പിടിക്കാതെ നോക്കുക. അങ്ങനെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അടി പിടിക്കാതെ ഇളക്കി കൊടുത്ത് റെഡിയാക്കുന്നുണ്ട്. അത് റെഡിയായി നല്ലോണം നല്ലൊരു പരുവത്തിലായി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരച്ച് വെച്ച തക്കാളി പേസ്റ്റ് അതിലേക്ക് ഒഴിക്കണം. എന്നിട്ട് അത് നല്ലോണം മിക്സ് ചെയ്യുക. ഈ തക്കാളിയിലത്തെ പേസ്റ്റിൽ ഓൾറെഡി വെള്ളം ഉണ്ടാവും. ആ വെള്ളം മൊത്തം വറ്റണമെന്നില്ല, എന്നാലും അതൊന്ന് അത്യാവശ്യം വറ്റി വരുമ്പോൾ മസാലപ്പൊടികൾ ഇടാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ അതിലേക്ക് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇതൊക്കെ പോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി, ഇതൊക്കെ ആഡ് ചെയ്തിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് വയ്ക്കുക. നല്ലോണം ഇളക്കി മിക്സ് ചെയ്തിട്ട് ആ മസാല ചൊയ പോണത് വരെ, മസാലയുടെ ചൊയ മാറുന്നത് വരെ നല്ലോണം ഇളക്കണം. അതിനുശേഷം നമ്മൾ കുറച്ച് വെളുത്തുള്ളി, അതേപോലെ തന്നെ കുറച്ച് തൈരും ആഡ് ചെയ്ത്, തൈര് പുളിയുള്ളതാട്ടോ, കുറച്ച് പുളിക്ക് വേണ്ടിയിട്ടാണ് തൈരും ആഡ് ചെയ്തിട്ട് നല്ലോണം നമ്മൾ മിക്സ് ചെയ്യുക. അതും മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ആ അരച്ച് വെച്ച പൊടി മിക്സ് ചെയ്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ആ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെച്ച് ചിക്കനും ആ വെള്ളത്തോട് കൂടിയിട്ട് അതിലേക്ക് എന്ത് ചെയ്യുക, ഒഴിക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഇളക്കിയിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കുക. കുറച്ചുകൂടെ വെള്ളം കൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ഗ്രേവിക്ക് അനുസരിച്ചിട്ട് ആഡ് ചെയ്യാം. ഞാൻ നേരത്തെ തക്കാളി പേസ്റ്റിൻ്റെ അതേ ജാറിൽ തന്നെയാണ് വെള്ളം ഒഴിച്ച്, വേണമെന്നുണ്ടെങ്കിൽ നല്ല വെള്ളം ഒഴിക്കുക, ഇല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. പിന്നെ നല്ലോണം ഒരു തള വന്നു കഴിഞ്ഞാൽ നമുക്ക് മല്ലിച്ചെപ്പിൻ്റെ ഇല, അതേപോലെ തന്നെ നമ്മൾ നേരത്തെ വഴറ്റി വെച്ച ക്യാപ്സിക്കും സവാളയും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നല്ലോണം തളിച്ച് വന്നവരെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി. നമ്മുടെ ചോറും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചോറ് മാത്രമേ ആയിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാനുണ്ട്, കുറേ ഉള്ളതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ചോറ് സെറ്റ് ചെയ്ത് വെക്കുക ചെയ്തത് കേട്ടോ. സാധാ അരി വയ്ക്കുന്ന ചോറ് വയ്ക്കുന്ന പോലെ ഉപ്പും അതുപോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാനൊന്ന് വേവിച്ചെടുത്തു, അത്രേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫ്രൈഡ് റൈസിന് വേണ്ടിയുള്ള വെജിറ്റബിൾസ് റെഡിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് ബീൻസും ക്യാരറ്റുമാണ് നമ്മൾ എടുക്കുന്നത്. അത് ഇട്ടു.
കുറച്ച് ഉപ്പിട്ട് നല്ലോണം ഇളക്കി വഴറ്റിയെടുക്കണം. നമ്മൾ വെള്ളം ഒഴിച്ച് വേവിക്കണമൊന്നുമില്ല. അത് ഇളക്കി നമ്മൾ എന്ത് ചെയ്യാണ്, വഴറ്റിയെടുക്കണം, വേവിച്ച് കൊണ്ടുവരികയാണ്. അതിലേക്ക് നമ്മൾ കുറച്ച് ടൊമാറ്റോ സോസ്, സോയാ സോസ്, ചില്ലി സോസ് ഇത് 3 കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം എന്ത് ചെയ്യണം, ഇളക്കി കൊടുക്കുക. അത് നല്ലോണം അങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും, വഴറ്റി റെഡി ആയി വന്നോളൂ. ചെറുതായിട്ട് ക്യാരറ്റൊക്കെ കടിക്കണം, എന്നാൽ പച്ച ക്യാരറ്റ് ആവരുത്, അത്രേ ഉള്ളൂ. നല്ലോണം അത് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമ്മളിത് എന്ത് ചെയ്യണം, ഇനി ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ചോറിക്ക് ആഡ് ചെയ്യുക. ഇതിലേക്ക് മുട്ട ഇടാം, ചിക്കൻ ഇടാം, അങ്ങനെയൊക്കെ ഇട്ടിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കല്ലോ. നമ്മൾ സാധാരണ രീതിക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ വെജിറ്റബിൾസൊക്കെ ആ ചോറിക്ക് കൊട്ടിയിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചു. അപ്പോൾ നമ്മുടെ ചോറും കറിയും അവർ വരുമ്പോഴേക്കും ഞാൻ സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോറിൻ്റെ പരിപാടിയും ഇതാണ്, ചോറും റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കറിയുടെ പരിപാടിയും കംപ്ലീറ്റ് ആയി. ഈ നെക്സ്റ്റ് പരിപാടി ഒന്ന് ക്ലീനിങ് ആണ്. ഇനി അവർ വരുമ്പോഴേക്കും നമുക്ക് ആ കലങ്കോലമായി കിടക്കുന്ന ആ ഒരു ആളൊക്കെ വൃത്തിയാക്കി വെക്കണം, അടിച്ച് വെക്കണം. സോ ഞാൻ അതിലുള്ള പരിപാടിക്ക് ചെയ്തു. നമ്മൾ പെൺകുട്ടികൾക്ക് പൊതുവേ നമ്മുടെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും അതുപോലെ തന്നെ അവരൊക്കെ വരാമെന്ന് പറയുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കുമല്ലേ. എനിക്ക് അങ്ങനെയാണ്, വല്ലപ്പോഴും അവരിങ്ങോട്ട് വരാറുള്ളൂ. വരുമ്പോൾ ഞാനിതുപോലെ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി നല്ലോണം കാത്തിരിക്കാറുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, അതുകൊണ്ട് അവ വേഗം അടിച്ചു വാരി. അപ്പോഴേക്കും തുടയ്ക്കാൻ നേരാകുമ്പോഴേക്കും എൻ്റെ ചെക്കനെ കുറുമ്പ് തുടങ്ങി. അവൻ എൻ്റെ ഒക്കെ തിന്നല്ലാതെ ഇറങ്ങൂലെന്ന്. അതുവരെ അമ്മയുടെ അടുത്തായിരുന്നു, പിന്നെ എവിടേക്കും ഇറങ്ങൂലെന്ന് പറഞ്ഞിട്ട് വാശിയായി. പിന്നെ അവനെയും വെച്ചിട്ട് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തുടച്ചു. സോ നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. കിച്ചണും ഹാളൊക്കെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഫുഡും സെർവ് ചെയ്യാനുള്ള ഭാഗത്ത് ഞാൻ പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നെയ്ച്ചോറ് റെഡി, ഫ്രൈഡ് റൈസ് റെഡി, കണ്ടാൽ നെയ്ച്ചോറുകൾക്ക് തന്നെയാണ് കേട്ടോ. പിന്നെ ചിക്കൻ കറി റെഡി, അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈയും സെറ്റാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് എൻ്റെ പരിപാടി എന്ന് പറഞ്ഞ് മേല് കഴുകി അവർ വരുമ്പോഴേക്കും റെഡി ആയിട്ട് തയ്യാറെടുത്തിട്ടുള്ളതാണ്. പരിപാടീസൊക്കെ കഴിഞ്ഞു. ഇനി ഞാനൊന്ന് മേല് കഴുകി ഫ്രഷ് ആയിട്ടിടും. ഫുഡും കാണൊക്കെ കഴിഞ്ഞു. അവർ 7 മണിയാകുമ്പോഴേക്കും വരുന്ന പറഞ്ഞു. 7 മണിക്ക് വണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. 7 മണിയാകുമ്പോഴേക്കും വരുന്ന പറഞ്ഞത്. സോ സമയം ഓൾറെഡി 6:30 കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മേല് കഴുകി റെഡി ആയിട്ട് വരാം. സോ എൻ്റെ മേലുകൾ കഴിഞ്ഞു. ഇനി നമുക്ക് താഴത്തേക്ക് പോയേക്കാം. അവർ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ അവരെല്ലാവരും പറഞ്ഞ പോലെ വന്നു. ആദ്യം ഇവരാണ് വന്നത്, പിന്നെ നെക്സ്റ്റ് അപ്പു ഉണ്ണി വരാൻ ചെയ്തത്. കുറേ നേരം സംസാരിച്ചിരുന്നു, അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഫുഡൊക്കെ കഴിച്ചവർ ഒരു 9:45 ആകുമ്പോൾ പോവുക ചെയ്തത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് അവരെല്ലാവരും പോയി. ഒരു 9:45 10 മണിയൊക്കെ ആകുമ്പോഴാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. സോ ഇതിൻ്റെ ഒരു കുഞ്ഞ് ഈവനിങ് മുതൽക്ക് നൈറ്റ് വരെയുള്ളൊരു ഡേ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ബൈ.